തുടർച്ചയായ 9ാം ബഡ്ജറ്റ് റെക്കോർഡ് നേട്ടവുമായി നിർമ്മല സീതാരാമൻ 53.5 ലക്ഷം കോടി രൂപയുടെ ബൃഹത്തായ പദ്ധതികളുമായി ഇന്ത്യ വികസിത ഭാരതത്തിലേക്ക് ചുവടുവെക്കുന്നു. അടിസ്ഥാന സൗകര്യ വികസനത്തിന് 12.2 ലക്ഷം കോടിയുടെ കരുത്ത്. എല്ലാവർക്കുമൊപ്പം എല്ലാവർക്കും വികസനം. എല്ലാവരും കാത്തിരുന്ന ആദായ നികുതിയുടെ കാര്യത്തിൽ ഇത്തവണ സ്ലാബുകളിൽ മാറ്റമില്ല. എന്നാൽ നികുതി നിയമങ്ങളിൽ വലിയ ലളിതവൽക്കരണം സർക്കാർ പ്രഖ്യാപിച്ചു. 1961 ആദായ നികുതി നിയമത്തിന് പകരമായി പുതിയ ആദായ നികുതി നിയമം 2025 ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിൽ വരും. ഇതിലൂടെ ടാക്സ് റിട്ടേണുകൾ സമർപ്പിക്കുന്നത് കൂടുതൽ എളുപ്പമാകും. വിദേശ യാത്രകൾക്കും വിദേശ വിദ്യാഭ്യാസത്തിനുമുള്ള TCS 5% നിന്ന് 2% കുറച്ചു. ശമ്പളക്കാർക്ക് നിലവിലെ നികുതി ഇളവും തുടരും. കൂടാതെ വാഹനാപകട ഇൻഷുറൻസ് തുകയുടെ പലിശയെ നികുതിയിൽ നിന്ന് ഒഴിവാക്കിയതും ചെറിയ വിദേശ നിക്ഷേപങ്ങൾ വെളിപ്പെടുത്താത്തവർക്കുള്ള നിയമ നടപടികളിൽ നിന്ന് ഇളവ് നൽകിയതും ശ്രദ്ധേയമായ തീരുമാനങ്ങളാണ്. ഗതാഗത മേഖലയിൽ വലിയ മാറ്റങ്ങളാണ് വരുന്നത്. രാജ്യത്ത് 7 പുതിയ അതിവേഗ റെയിൽ പാതകൾ ധനമന്ത്രി പ്രഖ്യാപിച്ചു. മുംബൈ, പൂന, ഹൈദരാബാദ്, ബാംഗ്ലൂരു, ഡൽഹി, വാരണാസി ഉൾപ്പെടെയുള്ള പാതകൾ ഇതിൽ ഉൾപ്പെടുന്നു. കേരളം ഉൾപ്പെടെയുള്ള 4 സംസ്ഥാനങ്ങളിൽ ധാതുക്കളുടെ ഉത്പാദനത്തിനായി റെയർ എർത്ത് ഇടനാഴികൾ വരുന്നു. കൂടാതെ വാരണാസിയിലും പാട്നയിലും കപ്പൽ അറ്റകുറ്റപ്പണികൾക്കായി പ്രത്യേക കേന്ദ്രങ്ങൾ സ്ഥാപിക്കും. ടയർ 2, ടയർ 3 നഗരങ്ങളുടെ വികസനത്തിനായി പ്രത്യേക നിധി രൂപീകരിക്കുമെന്നും പ്രഖ്യാപനവും ഈ ബഡ്ജറ്റിൽ ഒരു ഹൈലൈറ്റ് ആണ്. കൃഷി മേഖലയിൽ ആധുനിക സാങ്കേതിക വിദ്യ പ്രോത്സാഹിപ്പിക്കുന്നതിനായി മൾട്ടി ലിംഗ്വൽ AI ടൂളുകൾ അവതരിപ്പിക്കും. കന്നുകാലി വളർത്തലിനും മത്സ്യബന്ധനത്തിനും പ്രത്യേക സഹായ പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആരോഗ്യ മേഖലയിൽ വലിയ മാറ്റത്തിനായി ക്യാൻസർ മരുന്നുകളുടെ ഇറക്കുമതി തീരുവ പൂർണ്ണമായും ഒഴിവാക്കി. ഇത് രോഗികൾക്ക് വലിയ ആശ്വാസമാകും. 10,000 കോടി രൂപയുടെ ബയോഫാർമ ശക്തി പദ്ധതിയും 3 പുതിയ ആയുർവേദ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും വരുന്നു. രാജ്യസുരക്ഷയ്ക്കായി 7.85 ലക്ഷം കോടി രൂപ പ്രതിരോധ മേഖലയ്ക്കായി വകയിരുത്തി. ഇത് കഴിഞ്ഞ വർഷത്തേക്കാൾ 15% കൂടുതലാണ്. എന്നാൽ ബഡ്ജറ്റ് വിപണിയിൽ ചില പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കി. സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് വർദ്ധിപ്പിച്ചത് ഓഹരി വിപണിയെ തളർത്തി. സെൻസെക്സ് വലിയ തോതിൽ ഇടിഞ്ഞു. സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഇറക്കുമതി തീരുവയിലെ മാറ്റങ്ങൾ സ്വർണ്ണവിലയിൽ വൻ ഇടിവിന് കാരണമായി. എങ്കിലും സെമി കണ്ടക്ടർ മേഖലയിൽ 40,000 കോടിയുടെ പദ്ധതിയും മേക്ക് ഇൻ ഇന്ത്യ പ്രോത്സാഹനങ്ങളും ദീർഘകാല അടിസ്ഥാനത്തിൽ ഗുണം ചെയ്യും. ചുരുക്കത്തിൽ പറഞ്ഞാൽ മധ്യവർഗത്തെക്കാൾ ഉപരിയായി അടിസ്ഥാന സൗകര്യങ്ങൾക്കും ഡിജിറ്റൽ വിപ്ലവത്തിനും മുൻതൂക്കം നൽകുന്ന ഒരു ബഡ്ജറ്റാണിത്.